ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലോങ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ കുറേ കാലമായില്ലേ ലോങ് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ചെറിയൊരു ലോങ് വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്ന്. ഇതിൻ്റെ ഒരു ഷോർട്ട് വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാത്തവരും കണ്ടു നോക്കുക. പിന്നെ എനിക്കിത് രാവിലെ ഒരു 8 മണി തൊട്ട് 10 മണി വരെ ഈ അടുക്കളയിൽ ഇങ്ങനെ ഒരു വെയിൽ രാവിലത്തേത് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് രാവിലത്തെ വെയിൽ ഇങ്ങനെ കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇത് അപ്പുറത്തെ വീട്ടിലെത്താതെ എനിക്ക് കുറച്ച് പഴുത്ത ചക്ക തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയായിരുന്നു കേട്ടോ. ചക്ക വേറെ, കുരു വേറെ, ഞവണി വേറെ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഞാൻ മാറ്റി. ഇവിടെ ഞവണി എന്നാണ് കേട്ടോ പറയുക. നിങ്ങളവിടെയൊക്കെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു. പിന്നെ എൻ്റെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അനിയത്തി വിളിച്ചത്. ഇങ്ങനെ അവർ ടൗണിൽ പോകുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പം അവരെന്നോട് പോരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയും ഹസ്ബൻഡും ആണ് കേട്ടോ ഇത്. ഞങ്ങൾ കുട്ടാപ്പി ചേട്ടനാണ് വിളിക്കുന്നത്. അപ്പോൾ ആൾ നാളെ ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അനിയത്തിയും ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞാൽ നീയും പോര്, നമുക്ക് ഒരുമിച്ച് ടൗണിലൊക്കെ പോയിട്ട് വരാമെന്ന്. ആൾക്ക് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാനാണ് കേട്ടോ മെയിനായിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പോയത്. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞങ്ങൾ ഹൈത്തൂണിലാണ് പോയത്. പിന്നെ ഇന്ന് പള്ളിയൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. നല്ല സർവീസായിരുന്നു കേട്ടോ അവിടുത്തത്. നല്ല ഫുഡും ആയിരുന്നു. ഞങ്ങൾ 3 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ കിട്ടുന്ന ചമ്മന്തി ആയാലും അച്ചാറായാലും ആ ഒരു തൈരിൻ്റെതായാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ മുന്നേ തന്നെ ഒരു പോണ്ടുണ്ട്. അതിൻ്റെ അകത്ത് നിറയെ കളർ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കണ്ട് കുറച്ച് നേരം പിള്ളേർ അവിടെ ഇങ്ങനെ നിന്നു. ചെറുതായിട്ടൊരു അലമ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി വലിയ കുഴപ്പമില്ലാത്തൊരു ഓക്കെ രീതിയിലാണ് കേട്ടോ അവർ മുന്നോട്ട് പോകുന്നത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മാവൂർ റോഡിലുള്ള ദുബായ് ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് കുട്ടാപ്പി ചേട്ടന് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത്. അപ്പം അവിടെ ചെന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മളെ ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുത്തുള്ള BSNLൻ്റെ ഓഫീസിലേക്കാണ് കേട്ടോ. BSNL ഓഫീസിൽ ഞങ്ങൾ മെയിനായിട്ട് പോയത് കുട്ടാപ്പി ചേട്ടൻ 10-20 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിം കാർഡ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നമ്പർ തിരിച്ച് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഒരു 2 ദിവസത്തെ പരിപാടിയുണ്ട്. ഒരുപാട് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് നമ്മളത് തൽക്കാലം ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ബൈപ്പാസിലേക്കാണ് കേട്ടോ. നമ്മൾ എരഞ്ഞിപ്പാലത്ത് നിന്ന് ബേബിയിലേക്ക് പോകുന്ന ആ ഒരു ബൈപ്പാസിലാണ് കേട്ടോ പോയത്. അവിടെ വീൽ അലൈൻമെൻറ്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ വണ്ടി. അപ്പം വണ്ടിയൊക്കെ ഞങ്ങൾ അവിടെ കൊടുത്തതിന് ശേഷം ഒരു 1/4 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു വണ്ടി തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അത്രയും നേരം അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ തൊട്ടടുത്ത് ഒരു കരിക്കിൻ്റെ ഷോപ്പുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് നല്ല കരിക്കിൻ്റെ ജ്യൂസ് കുടിച്ചു കേട്ടോ. അവിടെ ഷെയ്ക്കും കിട്ടും. പിന്നെ ഞങ്ങൾ ചോറ് തിന്ന പാടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റയടിക്ക് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചധികം സമയമൊക്കെ എടുത്താണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് കരിക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഈ ഒരു ആൽമരം നല്ല തറയൊക്കെ കെട്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ആൽമരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ വണ്ടി നന്നാക്കാൻ കൊടുത്ത് അങ്ങോട്ട് നടന്ന് പിള്ളേരെയും കൊണ്ടാണ് കേട്ടോ നടന്നത്. പോകുന്ന വഴിക്ക് മോനും എറുഷും കൂടി നല്ലോണം എന്തോ കച്ചറ ഉണ്ടാക്കിയിട്ട് അവനെ പിടിച്ച് വെച്ചാൽ അവനെൻ്റെ കൈക്ക് കടിച്ചു കേട്ടോ. ഈ ഞരമ്പ് ഇങ്ങനെ പൊന്തി ഇങ്ങോട്ട് പോകുന്നു. കുറച്ച് നേരം ഞാനൊന്ന് സ്റ്റക്കായെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ വണ്ടിയൊക്കെ ശരിയാക്കി കിട്ടിയതിന് ശേഷം നേരെ പോയത് എരഞ്ഞിപ്പാലത്തുള്ള മാച്ചിലേക്കാണ് കേട്ടോ. അനിയത്തീൻ്റെ വീടിൻ്റെ അടുത്തൊരു കുഞ്ഞിവാവ ഉണ്ടായതുകൊണ്ട് ആ കുഞ്ഞിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബൈ.